ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓൾറെഡി കോംബോകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു മാസം കൊണ്ട് തന്നെ എന്തുമാത്രം കോംബോകളാണ്. അർജുൻ ശ്രീതു, ജാസ്മിൻ ഗബ്രി, റസ്മിൻ ഗബ്രി, ഇവര് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ട്രാക്ക് വലിക്കാൻ നോക്കുന്നുണ്ട്. ശ്രീതുവും ഗബ്രിയും തമ്മിൽ ട്രാക്ക് വലിക്കാൻ നോക്കുന്നുണ്ട്, അർജുനും ജാസ്മിനും തമ്മിൽ ട്രാക്ക് വലിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ എത്ര ട്രാക്കുകളാണ്. പിന്നെ ജാൻമോണി ജിൻഡോ ഫ്രണ്ട്ഷിപ്പ് കോംബോ, അതിന്റെ കൂട്ടത്തിൽ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയും കൂടി ഇപ്പോ വൈൽഡ് കാർഡുകളുടെ ഇടയിൽ നിന്നും ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് 3 ദിവസം കൊണ്ട് തന്നെ. പൂജ ആൻഡ് അഭിഷേക് എസ്, ഇവര് നല്ല ഫ്രണ്ട്സ് ആണ്. വന്ന ദിവസം തന്നെ നല്ല കമ്പനിയായി, കണക്ഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും. പുറത്ത് വെച്ച് തന്നെ ഇവർക്ക് തമ്മിൽ പരിചയം ഉണ്ടായിരുന്നോ എന്ന കാര്യം എന്നോട് ചോദിക്കരുത്, അതെനിക്ക് അറിയത്തില്ല. ഇവരിരുന്ന് ഗെയിമിനെ കുറിച്ചും പിന്നെ പേഴ്സണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള സകല കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് വന്നു കയറിയ 3 ദിവസം കൊണ്ട് തന്നെ. ഇത് ഞാൻ ലൈവില് പലപ്പോഴായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കോംബോ ആയിട്ട് ഇവരെ ഷിപ്പ് ചെയ്ത് വിടാമെന്ന് നമ്മൾ ഓർത്തത്. ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ കോംബോയോ എന്തും ആവാം ഇവർ രണ്ടുപേരും തമ്മിൽ. ഇപ്പൊ കുറെ മുമ്പ് പോലും അഭിഷേകും പൂജയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അഭിഷേക് എസ് പറയുന്നുണ്ട് പൂജയുടെ അടുത്ത്, എന്നെ ട്രിഗർ ചെയ്യാൻ നല്ല പാടാണ്, അവർ ഓർക്കുന്നത് എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ പറ്റുമെന്നാണ്, പക്ഷെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൂജ ഉപദേശിക്കുന്നുണ്ട് പുള്ളിയെ, പോയി കോംപ്രമൈസ് ആക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് എസ് പറയുന്നു, ഞാൻ അവനോട് ഒഴികെ എല്ലാരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പൂജ, അതല്ലേ നീ ടോക്സിക് ആണെന്ന് എല്ലാരും പറയുന്നത് പറഞ്ഞ് ചിരിക്കുന്നു. എന്റെ ടോക്സിക് പിള്ളേരെ തൊട്ടാൽ വിവരം അറിയുമെന്ന് അഭിഷേക് പറയുന്നുണ്ട്. ഏതായാലും കൊള്ളാം, രണ്ടുപേരുടെയും കോംബോ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.